എന്താണ് ലൈൻ കീപ്പിംഗ് എയ്ഡിംഗ് സിസ്റ്റം? ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റത്തിലെ ഒരു ഫംഗ്ഷനാണ് ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി വോൾവോന്റെ 2010 മുതൽ വോൾവോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും ലൈൻ മാറിയിട്ട് ഡിസ്ട്രാക്ട് ആയിട്ട് വെഹിക്കിൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ച് റിട്ടേൺ നമ്മളുടെ ട്രാക്കിലേക്ക് തന്നെ വെഹിക്കിൾ കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ വിൻഷീൽഡിലായിട്ട് റഡാറിന്റെ അടുത്തായിട്ട് ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയാണ് ഇതിന്റെ എല്ലാ റോഡുകളും ട്രാക്കുകളെല്ലാം ആക്സസ് ചെയ്യുന്നത്. ലൈൻ കീപ്പിംഗ് എയ്ഡ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്ലിയർ റോഡ് വേണം, അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ലൈൻസ് ഉള്ള റോഡുകളായിരിക്കണം. ലൈൻസ് ആക്സസ് ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാമറ ബേസ്ഡ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്യാമറ ആക്സസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷൻ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇത് ആക്റ്റീവ് ആവുന്ന സ്പീഡ് എന്ന് പറയുന്നത് 65 km/h to 200 km/h. ഇതിൻ്റെ അകത്ത് എത്ര സ്പീഡിലാണെങ്കിലും ഈ ഒരു ഫംഗ്ഷൻ ആക്റ്റീവ് ആവും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ട്രാക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എവിടേക്കാണോ അവിടെ തിരിയേണ്ടടുത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ആക്റ്റീവ് ആവും. അതല്ലാത്ത പക്ഷം എവിടേക്ക് മൂവ് ചെയ്താലും ഇതിന് ഒരു വൈബ്രേഷനോട് കൂടിയിട്ട് വെഹിക്കിൾ ഏത് ലൈനിലാണോ മാറിയ ആ ലൈനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ് ഉള്ളത്. പിന്നെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ടെമ്പററി ആയിട്ട് ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇൻസ്ട്രുമെന്റ് പാനലിൽ തന്നെ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. ഹെഡ് യൂണിറ്റിൽ തന്നെ അത് ലൈൻ കീപ്പിംഗ് ആയിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വെഹിക്കിൾ ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് ആക്റ്റീവ് ആവും, വീണ്ടും അത് ഓഫ് ചെയ്യേണ്ടി വരും. പെർമനന്റ് ആയിട്ട് ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ അത് മാത്രമല്ല ഇതിന് ഇന്റൻസിറ്റി അതിന്റെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് വൈബ്രേറ്റിംഗ് വേണോ അതോ അസിസ്റ്റ് വേണോ എന്നുള്ളത്. വൈബ്രേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതും അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റംസ് ഒരുപാടുണ്ട്. അടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ അതുപോലെ വേറെ ഫംഗ്ഷൻസും ഇതുപോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് വോൾവോ കാറുകളാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താങ്ക് യു.